പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം അവർ വീണ്ടും ഊഷ്മളമാക്കിയെടുക്കാനുള്ളൊരു ശ്രമത്തിലാണ്. അത് ബംഗ്ലാദേശല്ല ശ്രമിക്കുന്നത്, പാകിസ്ഥാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അവിടെ പോയിട്ട് ചർച്ചയൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ചില പ്രശ്നങ്ങളുണ്ട്. പഴയ ചില മുറിവുകൾ ഇപ്പോഴും ഉണങ്ങാതെ ബംഗ്ലാദേശിൻ്റെ നെറുകയിൽ കിടപ്പുണ്ട്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ പറയുകയാണ്, മാപ്പ് പറയുമോ പാകിസ്ഥാൻ എന്നുള്ളതാണ് ചോദ്യം. പാകിസ്ഥാന് യാതൊരു തരത്തിലുള്ള മാനുഷികത എന്ന് പറയുന്നത് തൊട്ട് തീണ്ടാത്തിടത്തോളം കാലം മാപ്പ് പറയാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് വീണ്ടും ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. കാരണം ഇപ്പോൾ ബംഗ്ലാദേശുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കേണ്ടത് ഈ പാകിസ്ഥാന്റെ ഒരു ആവശ്യമാണ്. അവർ പറയുന്ന ഒരു വാദം എന്ന് പറയുന്നത് സഹോദര മുസ്ലിം രാഷ്ട്രം എന്നുള്ളതാണ്. പാക് ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദറാണ്, എനിക്ക് തോന്നുന്നു 2012 ഹിന റബ്ബാനി ഘറാണ് ഹസീനയെ ഉച്ചകോടിക്ക് ക്ഷണിക്കാൻ വേണ്ടി ബംഗ്ലാദേശ് സന്ദർശിച്ചിട്ടുള്ളത്. അതിനുശേഷം ദീർഘനാളുകൾക്ക് ശേഷമാണ് ഒരു പാകിസ്ഥാനിൽ നിന്ന് ഒരു നേതാവ് അല്ലെങ്കിൽ സമുന്നത സ്ഥാനം വഹിക്കുന്ന ഒരാൾ ഇത്തരത്തിൽ ബംഗ്ലാദേശിലേക്ക് എത്തുന്നത്. പ്രിയൻ പറഞ്ഞതുപോലെ തന്നെ ഉണങ്ങാത്ത ഒരു മുറിവ് ബംഗ്ലാദേശിന്റെ നെറുകയിൽ തന്നെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവിടെ ചെന്ന് സംസാരിക്കുന്നു. ഇഷാഖ് ദർ പല പ്രമുഖരുമായിട്ടും സംസാരിക്കുന്നുണ്ട്. ആ പ്രമുഖരിൽ ജമാഅത്തെ ഇസ്ലാമി നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമി നേതാവിനെയൊക്കെ അറിയാലോ, അവിടെ ISIS ഉൾപ്പെടെയുള്ള ഭീകരരുടെ താവളമാണ് ഇപ്പോൾ. അപ്പൊ ഇവരുമായിട്ടൊക്കെയാണ് ചർച്ച നടത്തുന്നത്. ഇവരുമായി ചർച്ച നടത്തുകയും ഏതാണ്ട് 6ഓളം പ്രധാനപ്പെട്ട കരാറുകളിൽ ഒപ്പുവെച്ചു എന്നാണ് അറിയാൻ കഴിയുന്ന വിവരം. പക്ഷെ അപ്പോഴും അവിടുത്തെ ഇപ്പോഴത്തെ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് തൗഹിദ് ഹൊസൈൻ ഉണ്ട്. ഈ തൗഹിദ് ഹൊസൈനുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട് ഇഷാഖ് ദർ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം കേട്ടുകൊണ്ട് അവസാനം ഈ പറയുന്ന ഹൊസൈൻ പറയുന്ന ഒരു കാര്യം, 54 വർഷത്തെ പ്രശ്നങ്ങൾ ഒരു ദിനം കൊണ്ട് ഒരിക്കലും പരിഹരിക്കപ്പെടാനാകില്ല. അതായത് 54 വർഷമായി ചോരയിട്ട് വീണുകൊണ്ടിരിക്കുന്ന ഒരു മുറിവാണ് ബംഗ്ലാദേശിന്റെ ഹൃദയത്തിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. അതിന് പരിഹാരമില്ല, അതിന് നിങ്ങൾ മാപ്പ് പറഞ്ഞു തന്നെ ആകണമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഇഷാഖ് ദർ സ്വീകരിക്കുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് 2 തവണ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഒരിക്കലും ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ പിന്നെയും ഒരു പ്രശ്നം പരിഹരിക്കാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ. 2 തവണ പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 തവണയും അത് ഫേക്കായിരുന്നു, അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതൊരു പേരിന് വേണ്ടി നടത്തുന്ന ഒരു കർമ്മം എന്ന് പറയുന്നത് പോലെയാണ്. പേരിന് വേണ്ടി ചിലയിടങ്ങളിൽ നമ്മൾ പോയി നിൽക്കുന്ന ഒരു സ്ഥിതിയൊക്കെ പലയിടത്തും ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ ഒരു പേരിന് വേണ്ടി പോവുകയും അതേക്കുറിച്ച് അതിൻ്റെ മേളിൽ, അതായത് ആ മുറിവിൻ്റെ മേളിൽ ഒരു പൊടിയൊക്കെ ഇട്ട് പോരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടാണ്. പക്ഷേ അത് ഇവരുടെ മനസ്സ് തണുപ്പിക്കാൻ പോകുന്നതായിരുന്നില്ല എന്നുള്ളതാണ് ഹൊസൈൻ്റെ മറുപടിയിൽ നിന്ന് വ്യക്തമാകുന്നത്. 74 അതായത് 1974 ഈ പ്രശ്നം ആദ്യമായി പരിഹരിച്ചു എന്നാണ് പറയുന്നത്. പിന്നീട് 2000 എന്നാണ് സൂചിപ്പിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് ജനറൽ പർവേസ് മുഷറഫ് ബംഗ്ലാദേശിൽ എത്തിയിട്ട് പരസ്യമായി പരിഹരിച്ചു എന്നൊക്കെയാണ് ഈ പറയുന്ന ഇഷാഖ് ദർ പറഞ്ഞിട്ടുള്ള കാര്യം. അങ്ങനെ പരിഹരിക്കപ്പെടുന്ന കാര്യം എങ്ങനെയാണ്? വീണ്ടും അവർ വന്നിട്ട് നിങ്ങൾ മാപ്പ് പറയണം. ഒരിക്കൽ മാപ്പ് പറഞ്ഞു, അത് പരിഹരിക്കപ്പെട്ടു, വീണ്ടും ഒരു കാര്യം മാപ്പ് പറയാൻ പറയില്ല. അപ്പോൾ ആ മുറിവ് ഉണങ്ങിയിട്ടില്ല. അതിന് മേലിൽ അന്നും വെറുതെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് പാകിസ്ഥാൻ പോയി എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്. അതല്ലെങ്കിൽ വീണ്ടും അവരെന്തിനു പറയണം? അപ്പോൾ ഇവർ പറയുന്നുണ്ട്, നമ്മളുമായിട്ട് സുപ്രധാനമായിട്ടുള്ള കരാറുകളൊക്കെ നിങ്ങൾ ഒപ്പുവയ്ക്കുന്നുണ്ട്, പക്ഷേ പൂർണ്ണമായിട്ടുള്ള ഒരു സൗഹൃദം, പഴയ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒരു മുസ്ലിം സഹോദര രാഷ്ട്രം എന്നൊക്കെയുള്ള ചിന്താഗതി ഞങ്ങളുടെ മനസ്സിലേക്ക് ഓടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത തെറ്റിന് മാപ്പ് പറയണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, 71 ആ സമരകാലത്ത്, ആ ഒരു ഏറ്റുമുട്ടൽ, ആ യുദ്ധം നടന്ന സമയത്ത് എന്ന് പറയുന്നത് ഏതാണ്ട് 30 ലക്ഷത്തോളം ആളുകളുടെ കൂട്ടക്കൊലയാണ് പാക് ആർമി അവിടെ നടത്തിയത്. അത് മാത്രമാണോ? 3 ലക്ഷത്തോളം വരുന്ന സ്ത്രീകളെ ബലാത്സംഗത്തിനിരയാക്കി എന്ന് പറയുന്നു. ഈ മുറിവുകൾ ഒരിക്കലും ഉണങ്ങാവുന്നതല്ല. അത് ആരുടെ മനസ്സിലും നമുക്കറിയാം, ഒരു സ്ത്രീയുടെ മനസ്സിൽ അത്തരത്തിലൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഉണങ്ങില്ല. അപ്പോൾ കൂട്ടത്തോടെ ഒരു രാജ്യത്തിൻ്റെ ഇത്രത്തോളം സ്ത്രീകളെ പാക് ആർമി, സഹോദര രാഷ്ട്രം എന്ന് അവർ ഇപ്പോഴും പറയുന്നു,
നമുക്കറിയാം ഈ എങ്ങനെയാണ് ഇത് അടർന്നു പോകുന്നത് എന്നുള്ളത്. ഈ മത തീവ്രവാദം തലയ്ക്ക് പിടിച്ച നാളുകളിൽ ഇവർ മനസ്സിലാക്കുന്നത്, അതായത് ബംഗ്ലാദേശ് മനസ്സിലാക്കുകയാണ്, അവിടുത്തെ ആളുകൾ മനസ്സിലാക്കുകയാണ്, ഇതല്ല നമുക്ക് വേണ്ടത്. ഒരു രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമായത് ഇത്തരത്തിലുള്ള വേരുകളല്ല മനസ്സിലൂന്നി പോകേണ്ടത്. മതത്തിന് പകരം സാംസ്കാരികമായിട്ടും അല്ലാതെയുമുള്ള, അതായത് എല്ലാ കാര്യത്തിലും ലിബറലായി പോവുകയും എല്ലാ കാര്യങ്ങളിലേക്കും മുന്നോട്ട് പോകാൻ കുതിപ്പേകുകയും ചെയ്യുന്ന ഒരു മണ്ണാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ജിഹാദി പ്രവർത്തനങ്ങളിലൂടെ അതിന് മുന്നോട്ട് പോകാനാകില്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് നമുക്കറിയാം ബംഗ്ലാദേശിൽ സംഭവിച്ചത് എന്താണ്. ബംഗ്ലാദേശിൽ വീണ്ടും ഈ പറയുന്ന മതം തലയ്ക്ക് പിടിച്ചവർ ചേർന്നുകൊണ്ട് അവരെ ഇളക്കി വിട്ടത് അമേരിക്കയായിരിക്കാം. പക്ഷെ അവർക്ക് അങ്ങോട്ട് ഉഴുതിറങ്ങാനായിട്ടുള്ള ഒരു വഴി ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഷെയ്ഖ് ഹസീനയെ മറിച്ചിടുകയും ഷെയ്ഖ് ഹസീനയ്ക്ക് നമ്മൾ അഭയം നൽകുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ അവിടെ ഇനി വീണ്ടും സഹോദര രാഷ്ട്രം എന്ന് പറഞ്ഞ് വീണ്ടും ഇറങ്ങുന്നത് ഇപ്പോഴുള്ള ജിഹാദി പ്രവർത്തനങ്ങളെക്കാൾ വീണ്ടും അവിടെ കൂടുതൽ ശക്തമായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള ഒരു മണ്ണ് കൂടിയാണ് ഇവർക്ക് ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പോഴാണ് ഇഷാഖ് ദർ പറയുന്നത് ഈ 2 തവണ 1974-ലും 2000-ലുമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ ഈ പാകിസ്ഥാൻ ഇത്തരത്തിൽ ഈ ഒരു വിളനിലത്തിലേക്ക് ഇറങ്ങാൻ മുൻകൈ എടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അമേരിക്കയുടെ നിർബന്ധപ്രകാരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം അമേരിക്കയുടെ പിൻബലത്തിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മീറ്റിങ്ങിന് എത്തിയ ഇഷാഖ് ദർ എന്ന് പറയുന്ന പാക് ഉപപ്രധാനമന്ത്രി ഒരിക്കലും അവിടുത്തെ ആർമി ചീഫിനെ കണ്ടിട്ടില്ല. ഭാഗികമായി ചീഫായിട്ടുള്ള ഒരു ആളെയാണ്, ഒരു ഉദ്യോഗസ്ഥനെയാണ് കണ്ട് സംസാരിച്ചിരിക്കുന്നത്. അതല്ലാതെ വക്കാർ ഉസ്സമാൻ എന്ന് പറയുന്ന ആർമി ചീഫിനെ കണ്ടിട്ടില്ല. വക്കാർ ഉസ്സമാൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇടക്കാല സർക്കാരിനെ പോലും മുൾമുനയിൽ നിർത്തുന്ന ഒരാളാണ്. വീണ്ടും ഇവിടെ ഒരു ഇലക്ഷൻ നടത്തണം, കൃത്യമായി ജനാധിപത്യ രീതിയിൽ ഇവിടെ ഭരണം വരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ആളാണ് വക്കാർ ഉസ്സമാൻ. അപ്പോൾ ഈ സമനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ബാക്കിയുള്ള ആളുകളുമായിട്ടൊക്കെ ഇഷാഖ് ദർ ഇത്തരത്തിൽ ഈ ഒരു മീറ്റിംഗ് നടത്തിയിട്ടുള്ളത്. ഈ മീറ്റിംഗ് നടത്തുമ്പോൾ നമുക്കും ക്ഷീണമാണോ എന്നുള്ളൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. അത് നമുക്ക് ക്ഷീണമാണ് എന്നുള്ളത് നമ്മൾക്ക് ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യമാണ്. കാരണം ചൈന ആ ഭാഗങ്ങളിൽ നോട്ടമിട്ടൊക്കെ നടക്കുന്നുണ്ട്. ചൈനയും ബംഗ്ലാദേശും പാകിസ്ഥാനും ചേരുമ്പോൾ അതൊരു വലിയ വിഷയമായി മാറുന്നുണ്ട്. മാത്രമല്ല ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ഗ്രേറ്റർ ബംഗ്ലാദേശിന്റെ ഭൂപടം അവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ പല ഭാഗങ്ങളും നമുക്കറിയാം. ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പല ഭാഗങ്ങളും ഇന്ത്യയിൽ നിന്ന് കൂടി വേർപെടുത്തി എടുത്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. ഇതിന് ശേഷമാണ് ഇഷാഖ് ദർ അവിടെ സന്ദർശനം നടത്തുന്നത്. അപ്പോൾ അവിടെ വീണ്ടും ഇത്തരത്തിലുള്ള വിഷവിത്തുകൾ പാകിക്കൊണ്ട് അവിടെ അവർക്കുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, അതായത് ഇന്ത്യക്കെതിരെ പൊരുതാനായിട്ട് വീണ്ടും ഒരു നിലം കൂടി ഒരുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ പറയുന്ന വക്കാർ ഉസ്സമാൻ എന്ന് പറയുന്ന ആർമി ചീഫ് ഒരിക്കലും അതിന് ഒത്തു നിൽക്കുന്ന ആളുമല്ല. അപ്പോൾ ഈ പ്രിയൻ ചോദിച്ച പോലെ തന്നെ ഇവർ മറുപടി പറയുമോ എന്നുള്ള ചോദ്യം, ഇവർ മറുപടിയായിട്ട് മാപ്പ് പറയാനുള്ള സാധ്യത അതൊരിക്കലുമില്ല. അതിന് കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മാനുഷികത എന്ന് പറയുന്ന ഒരു കാര്യം, അത് ജിഹാദികളുടെ മനസ്സിൽ എവിടെയാണ് ഉണ്ടാവുക? ഇവർ സന്ദർശിക്കുന്നത് മുഴുവനും ഈ പ്രവർത്തനങ്ങൾ ഇന്ത്യക്കെതിരെ നടത്താൻ വേണ്ടി കൂടിയാണല്ലോ. സ്വാഭാവികമായിട്ടും ഈ ഒരു ബന്ധം ഒരു പക്ഷെ നിന്നുപോകും. അത് ഈ ഹൊസൈൻ എന്ന് പറയുന്ന വ്യക്തി പറയുന്നുണ്ട്, ആ ഒരു നേതാവ് പറയുന്നുണ്ട്, നമ്മൾക്കിടയിലുള്ള ബന്ധം, അതായത് കൊടുക്കൽ വാങ്ങലുകൾ ഒരുപക്ഷെ ചില കാര്യങ്ങളിൽ ഏർപ്പെട്ടേക്കാം, പക്ഷേ ഞങ്ങളുടെ മനസ്സിലെ മുറിവുണങ്ങില്ല. ആ മുറിവുണങ്ങണമെങ്കിൽ പാകിസ്ഥാൻ ഈ ചെയ്തത് തെറ്റാണ് എന്ന് പറയും. പാകിസ്ഥാൻ ഒരു വേള ഇത് തെറ്റാണ്, മാപ്പ് തരണമെന്ന് പറയുകയാണെങ്കിൽ ചരിത്രം തന്നെ മാറുകയാണ്. പാകിസ്ഥാന് നേരെയുള്ള എല്ലാ ചൂണ്ടുവിരലുകളും പിന്നീട് മടങ്ങുന്ന അവസ്ഥയിലേക്ക് പോകും. പക്ഷെ പാകിസ്ഥാൻ ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്രയും പേരെ കൂട്ടക്കുരുതി ചെയ്തു, ഇത്രയും പേരെ ബലാത്സംഗം ചെയ്തു എന്നുള്ളത് ഒരിക്കലും പാകിസ്ഥാന് അംഗീകരിക്കാനോ സമ്മതിക്കാനോ കഴിയാത്ത ഒരു കാര്യമായി കാലാകാലം നിലനിൽക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.